എഞ്ചിൻ ഓയിൽ ലീക്കായിട്ട് വാൽക്കോർ അയച്ചേണ്ട. അപ്പോൾ കണ്ടൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു കണ്ടോ, ഇത് വാൽക്കോറിൻ്റെ കയ്യിലിരിക്കണം കേട്ടോ. ഇത് നോക്കിയേ, കാണുന്നുണ്ടോ? കണ്ടോ, എഞ്ചിൻ ഓയിൽ സ്ലഡ്ജ് കാണണം കേട്ടോ, എഞ്ചിൻ ഓയിൽ സ്ലഡ്ജ്. ഈ കണ്ടീഷനിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. കണ്ടോ, എഞ്ചിൻ ഓയിൽ സ്ലഡ്ജ് ആയി കാണണം കേട്ടോ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഓയിൽ മാറാത്തതുകൊണ്ട് ഈ പ്രശ്നം പറഞ്ഞ കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മളതൊരു 3-4 പ്രാവശ്യമെങ്കിലും എഞ്ചിൻ ഓയിൽ മാറ്റി എടുത്താലാണ് അതിനുള്ള സ്ലഡ്ജൊക്കെ മാറുള്ളൂ. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഫ്ലഷ് ഒഴിച്ച് ക്ലീൻ ചെയ്ത് ഓയിൽ മാറ്റിയൊക്കെ ചെയ്തിട്ട് വേണം ഇപ്പോൾ ഇത് ക്ലീനാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനൊന്നും ആവശ്യം വരില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓയിൽ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇതിപ്പോൾ ഓയിൽ മാറാണ്ട് ആകെ കുളമായിട്ടുണ്ട് കണ്ടോ. അത് ഫുള്ള് ഇതിപ്പോൾ ഒരു വാൽക്കോറിൻ്റെ മേളിലത്തെ അവസ്ഥയുണ്ട്. അപ്പോൾ എഞ്ചിനകത്ത് അവസ്ഥ ആലോചിച്ച് നോക്കിയേ, നിറച്ച് സ്ലഡ്ജായിരിക്കും. അപ്പോൾ നമുക്ക് എഞ്ചിൻ പീസാക്കിയിട്ടൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നല്ല എമൗണ്ട് ഒരു പരിപാടിയാണ്. നമ്മൾ 2 പ്രാവശ്യമൊക്കെ ഇട്ട് ഓയിൽ ഫ്ലഷ് ഒഴിച്ച് ക്ലീനാക്കി ഇനി ഒരു 14 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 3-4 പ്രാവശ്യമൊക്കെ ഓയിൽ മാറ്റി കളഞ്ഞാലാണ് ഈ സ്ലഡ്ജ് ക്ലീനായി പോകുള്ളൂ. ഫുള്ളായിട്ടല്ല, ഒരു ഇതുപെട്ട് ക്ലീനായി പോകുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഓയിൽ മാറുക, എയർ ഫിൽറ്റർ മാറുക, ഓയിൽ ഫിൽറ്റർ മാറുക, ഇങ്ങനെ ഫിൽറ്റേഴ്സൊക്കെ മാറുക, ഓയിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ പള്ളിയിൽ കിട്ടും കേട്ടോ.